വനിതാ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ആനുകാലികം. ഹെലികോപ്റ്റർ തകർന്ന് 2024 മെയ്യിൽ അന്തരിച്ച ഇബ്രാഹിം റൈസി ഏതു രാജ്യത്തെ പ്രസിഡന്റായിരുന്നു? ഉത്തരം ഇറാൻ. രക്തം കട്ടപിടിക്കുകയും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുകയും ചെയ്യും എന്ന് കണ്ടതിനാൽ നിർമ്മാതാക്കൾ വിപണിയിൽ നിന്ന് പിൻവലിച്ച കോവിഡ്-19 വാക്സിനേത്? ഉത്തരം കോവിഷീൽഡ്. ഇന്ത്യയിൽ ആദ്യമായി ധ്രുവദീപ്തി ദൃശ്യമായ പ്രദേശമേത്? ഉത്തരം ലഡാക്ക്. യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്ററിൽ 2024 ഇടം നേടിയ ഇന്ത്യൻ കൃതികളിൽ ഉൾപ്പെടാത്തതേത്? ഉത്തരം ആനന്ദമഠം. അടുത്ത 10 വർഷത്തേക്കുള്ള നടത്തിപ്പ് ചുമതല ഇന്ത്യക്ക് കൈമാറിയ ഛബഹാർ തുറമുഖം ഏതു രാജ്യത്താണ്? ഉത്തരം ഇറാൻ. ഏതു രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് കെയർ സ്റ്റാമർ? ഉത്തരം ബ്രിട്ടൻ. ഇന്ത്യൻ പീനൽ കോഡിന് പകരമായി വന്ന നിയമമേത്? ഉത്തരം ഭാരതീയ ന്യായ സംഹിത. 18ാം ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവാര്? ഉത്തരം രാഹുൽ ഗാന്ധി. ഏതു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ് ഹേമന്ത് സോറൻ? ഉത്തരം ജാർഖണ്ഡ്. ചെറിയ ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചെലവിൽ വിക്ഷേപിക്കാനായി ISRO രൂപകൽപ്പന ചെയ്ത വിക്ഷേപണ വാഹനമേത്? ഉത്തരം SSLV. ദുരന്ത നിവാരണ ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ച ആദ്യ സംസ്ഥാനമേത്? ഉത്തരം നാഗാലാൻഡ്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേരെന്ത്? ഉത്തരം ഗണതന്ത്ര മണ്ഡപ്. 2024 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് എത്ര? ഉത്തരം 105. യുനെസ്കോ 2025 വേൾഡ് ബുക്ക് ക്യാപിറ്റലെ പ്രഖ്യാപിച്ച നഗരമേത്? ഉത്തരം റിയോ ഡി ജനൈറോ. 2024 ഒക്ടോബറിൽ 5 ഭാഷകൾക്ക് കൂടി ശ്രേഷ്ഠ ഭാഷാ പദവി നൽകിയതോടെ ഇന്ത്യയിലെ ശ്രേഷ്ഠ ഭാഷകളുടെ എണ്ണം എത്രയായി? ഉത്തരം 11. 2024 വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കളാര്? ഉത്തരം ന്യൂസിലാൻഡ്. ഇന്ത്യൻ വംശജനായ അജയ് ബംഗ ഏത് അന്തർദേശീയ ധനകാര്യ സ്ഥാപനത്തിൻ്റെ പുതിയ പ്രസിഡന്റാണ്? ഉത്തരം ലോകബാങ്ക്. ഇന്ത്യയിലെ 54ാമത് ടൈഗർ റിസർവായി പ്രഖ്യാപിക്കപ്പെട്ട ധോൽപൂർ കരൗലി കടുവാ സങ്കേതം ഏത് സംസ്ഥാനത്ത്? ഉത്തരം രാജസ്ഥാൻ. വിമാനയാത്രക്കാർക്ക് കടലാസ്രഹിത യാത്രാനുഭവം ഒരുക്കാനായി വ്യോമയാന മന്ത്രാലയം ആരംഭിച്ച ഡിജിറ്റൽ സംരംഭമേത്? ഉത്തരം ഡിജി യാത്ര. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാര്? ഉത്തരം നീരജ് ചോപ്ര. നാഷണൽ സ്പേസ് ഡേ ആയി ഇന്ത്യ ഗവൺമെൻറ് പ്രഖ്യാപിച്ചതേത്? ഉത്തരം ഓഗസ്റ്റ് 23. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി ISRO വികസിപ്പിച്ചെടുത്ത ഉപഗ്രഹാധിഷ്ഠിത വാർത്താവിനിമയ സംവിധാനമേത്? ഉത്തരം നഭ്മിത്ര. ആരുടെ ആത്മകഥയാണ് വെസ്റ്റേൺ ഗട്ട്സ് എ ലവ് സ്റ്റോറി? ഉത്തരം മാധവ് ഗാഡ്ഗിൽ. ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ പാസാക്കിയ ആദ്യ ബില്ലേത്? ഉത്തരം വനിതാ സംവരണ ബിൽ.